ഹായ്, അങ്ങനെ നമുക്ക് 10K ആയിട്ടുണ്ട്. നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അല്ലേ? ഇതുവരെയും ഞങ്ങൾ എല്ലാ വീഡിയോകളും എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചില തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. കാരണം നമ്മളെ വീഡിയോയ്ക്ക് കുറവാണ്, ക്ലാരിറ്റി ഇത്തിരി കുറവാണെന്ന് നമുക്ക് അത് എടുക്കുമ്പോൾ തന്നെ കാണണം. നീ മോനാണ് എടുക്കാറ്. അതായിരിക്കും എൻ്റെ കൊച്ചുമോൻ, മോൻ്റെ മോൻ എൻ്റെ പിള്ളയാണ്. ഈ 10K ഇപ്പോഴും ഈ വീഡിയോയുടെ അവനാണ് നമുക്ക് വീഡിയോ എടുക്കുന്നത്. മക്കൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതേടാ ആളെ എന്തോ കാര്യത്തിന് ഇപ്പൊ പിണങ്ങിയിരിക്കുക. അതാണ് വല്ല വിധനെയാണ് വീഡിയോയിൽ ഇപ്പം പിടിച്ചിരുത്തിയത്. അവനാണ് നമ്മുടെ വീഡിയോ എല്ലാം എടുക്കുന്നത്. പിന്നെ അവൻ്റെ അപ്പൂപ്പനും അവൻ്റെ അച്ഛനും ഇവിടെ ഉണ്ട്. അവർ കടയിലാണ്. അവർ വരുമ്പം രാത്രിയാവും, രാവിലെ പോവും. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ രണ്ടുപേരും കൂടെ നിന്ന് ചെയ്യണതാണെങ്കിൽ വേറെ എടുക്കാൻ വേണം. പക്ഷെ ഞാൻ മാത്രമുള്ളതാണെങ്കിൽ അമ്മ ഞാൻ എടുത്തു കൊടുക്കും. അതുകൊണ്ട് അവൻ എടുക്കും. ഇപ്പം സ്കൂളിൽ പോയിട്ട് വന്ന് 4 മണി, ഇവിടെ 5:30 മണിയൊക്കെ ആകുമ്പോഴേക്കും മഴ ഇരുളുകൊണ്ട് ഇരുട്ടാണ്, എടുക്കാനും പറ്റില്ല. അതുകൊണ്ട് ഈ കൊച്ചു മോനാണ് എടുക്കണത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾ ക്ഷമിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകണം. അതിന് നിങ്ങളെല്ലാ മക്കളെ സഹായവും നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് തുടർന്ന് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ കൊച്ചുമായി ആൾക്ക് വിഷമം മാറിയിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ മിച്ചറും തട്ടി അതിൽ സവാള അരിഞ്ഞിട്ട്, പച്ചമുളക് അരിഞ്ഞിട്ടു, നാരങ്ങ നീരൊഴിച്ചു കൊണ്ടുവച്ച് കഴിക്കാൻ പറഞ്ഞു. അതുവരെ കൊടുക്കാമെന്ന് പറഞ്ഞു. വീഡിയോ എടുക്കാം, വേറെ നമുക്ക് പോയി എടുക്കാമെന്ന് പറഞ്ഞു. നാരങ്ങയൊക്കെ രണ്ടുപേർക്കും വേണ്ട. പിണക്കത്ത് തന്നെ പിണങ്ങിയിരിക്കുകയാണ്. വീഡിയോ നേരത്തെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞ് 4-5 എടുത്താലും നമുക്ക് ശരിയാവുള്ളൂ. വയസ്സായതില്ലേ, ഞാൻ എടുത്താലേ ശരിയാവുള്ളൂ. പക്ഷെ അവന് 1-2 പ്രാവശ്യം എടുക്കും. പിന്നെ പറഞ്ഞാൽ എടുക്കൂല. അവൻ ദേഷ്യം വന്ന് പിണങ്ങും. ഞാൻ വഴക്ക് പറയും, പിന്നും വരും. അങ്ങനെ ഇന്ന് പിണക്കത്തിലാണ് ആള്. ഇതാണ് നമ്മളുടെ മിന്നും താരം. പിന്നെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുവരെയുള്ള എല്ലാ വീഡിയോയും എൻ്റെ കൊച്ചുമോനാണ് എടുക്കുന്നത്. ഇന്ന് നല്ല മഴയാണ് ഇവിടെ. നല്ല ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയുണ്ട്. അവന് പഠിക്കാൻ പോയടത്തിനാണ് ഞാൻ വിളിച്ചോണ്ട് വന്നത്. ഒരു വീഡിയോയിൽ മക്കളെ പറഞ്ഞിരുന്നത്. 1-2 വീഡിയോയിലൊക്കെ അവ ഉണ്ട്. എൻ്റെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട്. പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ സമയമില്ല. അവനിപ്പം 7 മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്യാനും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇപ്പം വരില്ല എന്ന് പറഞ്ഞ് പിടിച്ച് അമ്മയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ്. ബലത്തില് പഠിക്കാൻ നിറച്ചുകൊണ്ട് പിള്ളേർക്ക് പറഞ്ഞെന്തായാലും നമുക്ക് ഒരു വീഡിയോ എടുക്കണം, നിന്നെ അവരുടെ മുമ്പിൽ കാണിക്കണം. ഇത്രയും വീഡിയോ എടുത്ത് നമ്മളെ സഹായിച്ച മോനല്ലേ അവൻ. അതുകൊണ്ട് ആ പഴക്കം മാറിയില്ല. ചിരി ചിരിക്കാത്തൊരു പാടാണ്. പഠിക്കാൻ പോയടത്തിനാണ് ഞാൻ വിളിച്ചോണ്ട് വന്നത്. ഇത് 2ാമത്തെ ആളാണ്. 2 കുട്ടനാണ്. UKGയിലാണ് പഠിക്കുന്നത്. ആളിപ്പോ ഉറങ്ങി എണീറ്റ് ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ അടുത്തിരുന്ന് TV കണ്ടോണ്ടിരുന്നു. TV വെച്ച് കണ്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ മടിയിൽ വന്ന് കിടന്ന് ഉറങ്ങി. അത് കൊണ്ട് കിടത്തി ഇപ്പം ഉറക്കം എണീറ്റതേ ഉള്ളൂ. ഹായ് കൊടു മക്കളെ, മക്കള് ഹായ് കൊടുത്ത് അവ എടുക്കുന്നതാണ് വീഡിയോ. എന്തെങ്കിലും എല്ലാവരും ക്ഷമിക്കണം, ഞാനും ക്ഷമിക്കണം. നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം.
അതേ ഉള്ളു നമ്മളെ പ്രാർത്ഥന. ഇതുവരെ എത്തി, ഇനി മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ആണുങ്ങളുണ്ട്, എടുക്കാൻ അവർക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഇനി അവരോട്ട് എടുപ്പിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടും ദൈവത്തിന്റെ അനുഗ്രഹവും കൊണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ഒരു ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊന്നും വിചാരിച്ചില്ല. ചാനൽ കണ്ട് വന്നപ്പം ഒന്ന് ചെയ്താലോ എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പം നല്ല ഇഷ്ടമാണ് തുടങ്ങിയതുകൊണ്ട്. അവൻ പറയും അവൻ മാത്രം ചെയ്യാം, അവൻ്റെ ഡാൻസും പാട്ടും അത് മാത്രം ഇടാന്നൊക്കെ പറയും. ഞാൻ നിനക്ക് തനിയെ ഒരു മൊബൈൽ വാങ്ങിക്കുമ്പോൾ അതിൽ നീ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ മൊബൈലൊന്നും കൊടുത്തുവിടല്ലോ. പിന്നെ ശരി, അടുത്തൊരു വീഡിയോ നമുക്ക്